ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് തവക്കുല് വേണം. എന്താ ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോട് തവക്കുലാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി എത്രയാണ്, ആ ഒരു സന്തോഷം എത്രയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. നിങ്ങൾ പക്ഷികളെ കണ്ടിട്ടില്ലേ? ആ പക്ഷികൾ എല്ലാ ദിവസവും വീട് വിട്ടിറങ്ങുന്നുണ്ട് രാവിലെ. വീട് മീൻസ് അവരുടെ കുടിൽ വിട്ടിറങ്ങുന്നുണ്ട്. എന്നിട്ട് അവർ രാവിലെ പോകുന്ന സമയത്ത് വിഷന്നൊട്ടിയ വയറുമായിട്ടാണ് അവർ രാവിലെ പോകുന്നത്. വൈകുന്നേരം അവരുടെ കൂടിലേക്ക് അവർ തിരിച്ചു കയറുമ്പോഴേക്ക് അവരുടെ വയറ് നിറയുന്നുണ്ട്. എവിടെ നിന്നാണ് അവർക്ക് ഭക്ഷണം കിട്ടിയത്? ആരാണ് അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തത്? അവർ തവക്കുൽ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്താണ്? ഇവിടുന്ന് കൂട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ്, കുടിലേക്ക് എത്തുന്നതിന് മുമ്പ് വയറ് നിറയും എന്നുറപ്പാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖൻ. അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട രൂപത്തിൽ ഒരു മനുഷ്യനങ്ങ് തവക്കുലാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷന്നൊട്ടിയ വയറുമായിട്ട് വീട് വിട്ടിറങ്ങുന്ന, കൂട് വിട്ടിറങ്ങുന്ന ഒരു പക്ഷിയുടെ വയറ് വൈകുന്നേരത്തേക്ക് നിറക്കുന്നത് പോലെ അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റിത്തരും, നമ്മുടെ റിസ്ക് അള്ളാഹു തആല വിശാലാക്കി തരുമെന്ന്. അത് തവക്കുൽ എത്രത്തോളം ആക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പക്ഷികൾക്കറിയില്ലല്ലോ എവിടുന്ന കിട്ടുക, പക്ഷെ അവർക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾക്ക് കിട്ടും എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. ഇതുപോലെ നമുക്ക് എത്രത്തോളം തവക്കുലുണ്ടോ, ആ തവക്കുൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നടക്കും. നമുക്കൊരുപാട് ആളുകൾക്ക് കടണ്ടാവും. പക്ഷെ കടണ്ട സമയത്തിന് നമ്മുടെ ടെൻഷൻ, ഇതിന് അനുയോജ്യമായ ഒരു ജോലി എനിക്കില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തവക്കുലാക്കിയാൽ ഈ പക്ഷിക്ക് എവിടുന്നാണ് ഭക്ഷണം ഉള്ളത്? പക്ഷെ ആ പക്ഷിയുടെ വയറ് നിറഞ്ഞില്ലേ? നമുക്ക് വേണ്ട ജോലിയില്ല, ആവശ്യത്തിലുള്ള വരുമാനമില്ല. അള്ളാഹു വിചാരിച്ച നമ്മുടെ കടം തീരൂലേ? തീരും. അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, ചികിത്സിക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ടാവും. പക്ഷെ അള്ളാഹുൽ നിന്ന് തവക്കുലാക്കി നോക്കിയും എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു തആല നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത്. വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് കോടികൾ വേണം, എങ്ങനെയും എന്നെ കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയൂല, ഞാൻ മരണത്തിന് കീഴ്പ്പെടുകയാണ് എന്നുറപ്പിച്ച് കിടക്കുന്ന ചില മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചില്ലേ? നമ്മളെല്ലാവരും കൂടി ചേർന്ന് അവർക്ക് ചെറിയ 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 സംഖ്യകളൊക്കെ കൊടുത്ത് ഡൊണേഷനൊക്കെ നടത്തിയിട്ട് അള്ളാഹു തആല അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എത്രയോ കോടികളാണ് അങ്ങനെ പിരിച്ചു കിട്ടി. ഇനി തിരിച്ചൊരു ജീവിതത്തിലേക്ക് വരൂല എന്ന് അവർ ഉറപ്പിച്ച പോലും, അങ്ങനെ ഉറപ്പാണ് അവർക്ക്. എന്നിട്ട് അള്ളാഹു തആല അവരെ ജീവിപ്പിച്ചു. തവക്കുൽ ഉണ്ടാവണം. എത്ര വലിയ അസുഖമാണെങ്കിലും അതിന് എന്ത് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും എൻ്റെ റബ്ബിന്റെ അടുക്കൽ മാറ്റാൻ പറ്റാത്തൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എന്ത് അസുഖമാണെങ്കിലും അള്ളാഹ് മാറ്റിത്തരും. എനിക്ക് എത്ര കടമുണ്ടെങ്കിലും അള്ളാഹ് എൻ്റെ കടം തീർത്തരും. എനിക്ക് എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹ് അത് മാറ്റിത്തരും. എന്ത് സിഹിറുണ്ടെങ്കിലും, എന്ത് അയിനുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം നീക്കാനും മാറ്റാനും കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ എല്ലാ വിഷയങ്ങളും പരിഹാരം കിട്ടും. പക്ഷെ തവക്കുൽ വേണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു സംശയം പറ്റൂല. തവക്കുൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംശയം പറ്റൂല. ഞാൻ അത് പക്ഷികളെ കുറിച്ച് പറഞ്ഞേ. അവര് വീട് വിട്ടിറങ്ങുമ്പോ, കൂട് വിട്ടിറങ്ങുമ്പോ അവർക്ക് വേറെ ഡൗട്ടില്ല. എന്ത്? ഭക്ഷണം കിട്ടൂലേ എന്നൊരു ഡൗട്ട് അവർക്കില്ല, കിട്ടും എന്നവർക്ക് ഉറപ്പാണ്. അതേപോലെ നമ്മൾ തവക്കുലാക്കുമ്പോൾ എൻ്റെ അസുഖം മാറൂലേ എന്നുള്ളതല്ല, എൻ്റെ അസുഖം മാറും, എൻ്റെ കടം തീരും എന്നുറപ്പാണ്. ആ ഉറപ്പ് എത്രത്തോളം ഉണ്ടോ അതിനാണ് തവക്കുൽ എന്ന് പറയാം. അല്ലാഹു തആല തവക്കുലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കുലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബസ്രയിൽ വെച്ചിട്ട് ഒരു ജനാസ കൊണ്ടുപോകുന്നത് കുറച്ചാളുകൾ കണ്ടു. കുറച്ചാളുകൾ ചേർന്നിട്ട് ഒരു ജനാസ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് ആര് പറയാണ്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. അന്വേഷിച്ച സമയത്ത് ആരുടേതാണ് ആ ജനാസ എന്ന് അന്വേഷിച്ചപ്പോഴാണ് എന്ത് മനസ്സിലായത്? വഴിവിട്ട ജീവിതം നയിച്ച ഒരാളുടേതാണ് ആ ജനാസ. ദുനിയാവിൽ നല്ല രൂപത്തിലല്ലാതെ മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ച ഒരാളുടേതാണ് ആ ജനാസ എന്നുള്ളതാണ്. അങ്ങനെ അയാൾ പാപിയാണ് എന്നെല്ലാവരും പറഞ്ഞു. മാലിക് ബിൻ ദീനാർ തങ്ങൾ മൂപ്പരെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്, അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്.
ശേഷം മൂപ്പര് കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ 2 മലക്കുകൾ വന്നു. മാലിക് ബിൻ ദീനാർ തങ്ങൾ സ്വപ്നം കാണുക. എന്നിട്ട് ആ 2 മലക്കുകൾ മൂപ്പരുടെ ഖബർ പിളർത്തി, ഖബർ തുറന്നു. എന്നിട്ട് അതിൽ നിന്നൊരു മലക്ക്, 1-ാമത്തെ മലക്ക് ആ ഖബറിലേക്ക് ഇറങ്ങി. എന്നിട്ട് 2-ാമനോട് പറഞ്ഞു, ഇയാൾ നരകാവകാശിയാണ്. ഇയാളാരാ? നരകാവകാശിയാണ്. കാരണം അയാൾ അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2-ാമത്തെ മലക്ക് പറഞ്ഞു, കൂട്ടുകാരൻ നീ ധൃതി കൂട്ടരുത്. 1-ാമത്തെ മലക്കിനോട് പറയാണ്, നീ ധൃതി കൂട്ടരുത്. അവന്റെ കണ്ണുകളൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ, അവന്റെ കാതുകളൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ, അവന്റെ കൈയൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ, അവന്റെ കാലൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മലക്ക് ഇറങ്ങി എല്ലാം നിരീക്ഷിച്ചു നോക്കി. അയാളുടെ നാവ്, അയാളുടെ കണ്ണ്, ഇങ്ങനെ എല്ലാ അവയവം നിരീക്ഷിച്ചു നോക്കി. എല്ലാവരും നിരീക്ഷിച്ചപ്പോൾ പറഞ്ഞു, അയാൾ പാപിയാണ്. ഈ സ്ഥലത്തൊക്കെ ഹറാമാണുള്ളത്, ഈ സ്ഥലത്തൊക്കെ ഹറാമാണുള്ളത്. അതുകൊണ്ട് ഇയാൾ ആരാണ്? നരകാവകാശിയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് 2-ാമത്തെ മലക്ക് ഖബറിലോട്ട് ഇറങ്ങി. 2-ാമത്തെ മലക്ക് ഖബറിലോട്ട് ഇറങ്ങിയിട്ട് ഈ മനുഷ്യന്റെ കൽബ് നോക്കി. ഈ മനുഷ്യന്റെ കൽബ് നോക്കി. കൽബ് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യന്റെ കൽബിൽ ഈമാൻ കാണുന്നുണ്ട്. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വലിയ പ്രതീക്ഷയും അള്ളാഹുവിനോട് വലിയ വിശ്വാസമുണ്ട് അയാൾക്ക്. അതുകൊണ്ട് ഇയാൾ സ്വർഗാവകാശിയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളല്ലേ ഒരു കണക്കിന് ആ ഖബറിൽ കിടന്ന ആള്? നമ്മുടെ കൽബ്, നമ്മുടെ നാവ്, നമ്മുടെ ചെവി എല്ലാം എടുത്തു നോക്കിയാൽ ഒക്കെ ഹറാമിലുള്ളതല്ലേ? നമ്മൾ സ്വർഗത്തിലേക്കായിരിക്കോ നമ്മൾ നരകത്തിലേക്കായിരിക്കോ? ആ സമയത്ത് ഈ മനുഷ്യന്റെ പോലത്തെ ഒരു കൽബ് നമുക്കുണ്ടെങ്കിൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നന്നാക്കിയ ഒരു കൽബ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കെത്താം? സ്വർഗത്തിലേക്കെത്താം. അതിന് കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ചുള്ള നല്ലൊരു ചിന്ത വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിടൂല, ഒരിക്കലും എൻ്റെ റബ്ബ് എന്നെ ഒഴിവാക്കി പോകൂല എന്ന നല്ലൊരു ചിന്ത നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. കൽബ് മാറിയാൽ എല്ലാം മാറും, ദുനിയാവ് മാറും. അതിന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിലെ നിയ്യത്ത്, ആ നിയ്യത്ത് നന്നാക്കുക. 2-ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്, അള്ളാഹിൻ്റെ അടുത്തൊരു മഹബത്ത് വെക്കുക. എൻ്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവിടൂല എന്ന നല്ലൊരു നിയ്യത്ത് വെക്കുക.